ജാതി, മതം, ധനസ്ഥിതി, ആദരവ്, തൊഴിൽ ഇതിലൊന്നും വകഭേദമില്ല. പ്രായമായവരുടെ തൊഴിൽ രംഗത്ത് സഹായിക്കും. പട്ടിണിയും ദാരിദ്ര്യം കാണുമ്പോൾ തേങ്ങയും നെല്ലും കൊടുത്ത് പട്ടിണി മാറ്റും. തൊഴിലാളികൾക്ക് ഒരു കണ്ണിനുണ്ണിയായി തീർന്നു നാണുക്കുട്ടൻ. നാളുകൾ കഴിഞ്ഞ് പാടത്തും പറമ്പിലും ഒക്കെ തൊഴിലാളികളെ നോക്കി, എടാ മോനെ നാണുക്കുട്ട, എന്താ അമ്മാവ, നമ്മുടെ പറമ്പിലോട്ടൊന്ന് ചെന്നേ, അതൊക്കെ ഒന്ന് കാണണ്ടേ, ചെല്ല്, നമ്മുടെ എല്ലാം തൊഴിലാളികളോടൊപ്പം ഒന്ന് സഞ്ചരിച്ചിട്ട് വന്നാട്ടെ. ശരി, അച്ഛനും പറയും. സന്തോഷം, കാരണം ഇതൊക്കെ കാണാൻ വലിയ കൊതിയാണല്ലോ നാണുക്കുട്ടന്. പറമ്പിൽ ചെന്നു. പക്ഷേ പാടത്തെ തൊഴിലാളികളോടൊപ്പം ഒന്നും ആ കുഞ്ഞ് നടന്നില്ല. അവിടെ എല്ലാം ഓടി നടന്നു. ആ പരിസരങ്ങളിൽ ഒന്ന് വീക്ഷിച്ചു. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ അതാ ഒരു കുടിൽ തീ കത്തുന്നു. ഓടി, ആ കുഞ്ഞോടി ആ കുടിലെ സമീപിച്ചെന്ന് വിളിച്ചു, ഇവിടെ ആരുമില്ലേ, ഇവിടെ ആരുമില്ലേ? ആരുമില്ല. അകത്ത് നോക്കി, വാതിലൊന്നും അടച്ചിട്ടില്ല, അടപ്പില്ലാത്ത വാതിൽ. അകത്തോട്ട് നോക്കിയപ്പോൾ അരി അടപ്പിൽ കിടത്തിളയ്ക്കുന്നു. തീയാളെ കത്തി. അവിടെ കിടക്കുന്ന വിറവിലെല്ലാം നീ പിടിച്ചു. അയ്യോ, എന്ത് ചെയ്യും? അയ്യോ, പാവങ്ങൾ തിരിച്ചു വരും, ഭക്ഷണം കഴിക്കേണ്ടതാ, ഞാൻ എന്താ ചെയ്യണ്ടേ? ആ കുഞ്ഞു പെട്ടെന്ന് അവിടെ നോക്കി, ചട്ടി കിട്ടി, മൺചട്ടി. അതിനകത്ത് വെള്ളം നിറച്ചു. ആ കുഞ്ഞു കൈ കൊണ്ട് കോരി ഒഴിച്ചു. ആശ്വാസമായി. ആ പാവങ്ങളുടെ കഞ്ഞി നഷ്ടപ്പെട്ടില്ലല്ലോ, കുടിലും നഷ്ടപ്പെട്ടില്ല. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അല്ലേ? പുറത്തിറങ്ങി ദാ വരുന്നു. ഏയ് നാണുക്കുട്ട, നിനക്കെന്താ ജാതിയും മതവും തൊടിയിച്ചില്ല, നിന്നൊന്നും ഇല്ലാതായോ? നീ എന്തിനാ ഈ പുലയെ കൂടി കയറിയത്? നിനക്കിവിടെ എന്താ കാര്യം? പാവത്തിങ്ങളുടെ കുടിലും രക്ഷിച്ച് അവരുടെ ഭക്ഷണം രക്ഷിച്ച് ഞാൻ എങ്ങനെ അശുദ്ധമാകുന്നത്? ആ കുഞ്ഞ് ചിരിച്ചു. ഞാനിതെല്ലാവരോടും പറയും, ഒന്നും മിണ്ടിയില്ല. അയാൾ കണ്ടവരോടെല്ലാം ഇത് പറഞ്ഞ് മാടനാശാന്റെ കാതുകളെത്തി. മാടനാശാൻ കലുതുള്ളി, എന്ത്, ഞാൻ എന്തായി കേട്ടത്? ഇവൻ എന്തായി കാണിച്ചത്? അവനിഞ്ഞ് വരട്ടെ, ഇതാ ഓടി വരുന്നു. ക്ഷമിക്കണവിടെ അച്ഛൻ, ഞാൻ അകത്ത് കയറരുത്. പെരയ്ക്കകത്ത് കയറിപ്പോയേക്കരുത്. നിനക്കെന്താണ് ആ പുലയെക്കുള്ളിൽ കാര്യം? തീണ്ടി തൊട്ടില്ലേ? തെറ്റല്ലേ നീ കാണിച്ചത്? പുളിക്കാതെ പെരെ കയറിയേക്കരുത്. അച്ഛ, ആ പാപത്തിനുടെ കുടിലിൽ ഞാൻ രക്ഷിച്ചു. അഗ്നിക്കറിയായ ആ കുടി ഞാൻ രക്ഷിച്ചു. അവരുടെ ഭക്ഷണവും കേടില്ലാതെ ഞാൻ നോക്കി. അച്ഛ, ഞാൻ എങ്ങനെ അശുദ്ധമാകുന്നത്? ദൈവം എല്ലാവർക്കും ഒന്നല്ലേ, ജീവനും ഒന്നല്ലേ അച്ഛ? ആ കുഞ്ഞിരിക്കും. തൻ്റെ മകൻ പറഞ്ഞ വാക്കിൽ മാടനാശാന്റെ ഹൃദയത്തിൽ തറച്ചു.